പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന വേൾഡ് ട്രേഡ് സെന്റർ. ഇതിനായി എൻ്റെ ബ്ലോഗ് കിട്ടും 100 ദിർഹത്തിൽ കാണുന്ന വേൾഡ് ട്രേഡ് സെന്റർ. 100, 200, 300 7-star ഹോട്ടൽ നമ്മളിവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത് ചൈനയിൽ നിന്ന് വന്ന ഒരു എക്സിബിഷൻ ആട്ടോ. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. QR കോഡ് കാണിച്ച് നമുക്ക് കയറാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഇന്റർനെറ്റ് സിറ്റി പോയി. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ട് വരിക. ഞാൻ അപ്പോൾ ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. المحطة الأخيرة لهذا القطار هي الإمارات العربية المتحدة للسلطة. المحطة القادمة هي أبراج الإمارات. The final destination of this train is UAE Exchange. The next station is Emirates Towers. المحطة القادمة هي أبراج الإمارات. The next station is Emirates Towers. നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയാണ് ഇന്റർനെറ്റ് സിറ്റിയുടെ. ഇവിടെയാണ് ഗൂഗിൾ, മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള. നമ്മൾ അങ്ങോട്ട് പോകാൻ നല്ല രസമാണ്. ടാക്സി വേണമെങ്കിൽ ടാക്സി നല്ല ലക്ഷ്യമില്ല. കരീമിൻ്റെ വണ്ടി വരും. അടിപൊളി രസമുണ്ട്. അവിടെ ഇത്ര വെയിലുണ്ട്, പക്ഷേ നല്ല തണുപ്പാട്ട. 21 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത്. പക്ഷേ നമുക്ക് കാണുമ്പോൾ തണുപ്പൊന്നും ഇല്ല. നല്ല വെയിൽ. ഈ വെയിലത്ത് നിന്ന് നല്ല പൊള്ളുന്ന വെയിലായി. പിന്നെ അതേപോലെ നല്ല കാറ്റുണ്ട്. വേൾഡ് ട്രേഡ് സെൻ്ററിലോട്ട് പോകണം. അവിടെ ഒരു ജസ്റ്റ് ഒരു എക്സിബിഷൻ ഉണ്ട്. അപ്പം അവിടെ ഒന്ന് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകാറുണ്ട്. ഇലക്ട്രോണിക് എക്സിബിഷൻ ചൈനയിൽ നിന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ ഒന്നുമില്ല. അതിൻ്റെ ഓഫീസിൽ ജസ്റ്റ് ഒന്ന് പോകും. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അതൊക്കെ അപ്പുറത്തെ സൈഡിലാണ്. നടക്കണം കുറേ കേട്ടോ. എന്തായാലും പോകാം. ഓരോ ബിൽഡിങ് ഇങ്ങനെ ഉണ്ടാക്കി അപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ളത്. താഴെ ഫുള്ളും കടകളും അങ്ങനെയൊക്കെ ഉള്ള എല്ലാം കോമൺ. പക്ഷേ എല്ലാം വെറൈറ്റി രീതിയിലായിരിക്കും ഇവർ പണിയുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ വെയിലത്ത് നിന്ന് എല്ലാവരും തണുപ്പേ എടുത്തോളൂ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റീചാർജ് ചെയ്യാം. എത്തിസലാത്തിൻ്റെയൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ സൂപ്പർ മാർക്കറ്റ്, വെറ്റ്സുണ്ട്, ഇഷ്ടംപോലെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഭയങ്കര ആളാട്ടോ എപ്പോഴും. കാര്യം ഫുള്ളും റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. അതായിരിക്കണം. ഇതാണ് വാക്ക് വേ കേട്ടോ. എന്ത് ഭംഗിയെന്ന് നോക്കിയാണ്. വാക്ക് വേയിൽ കൂടെ ഇങ്ങനെ നമുക്ക് നടക്കാം, അല്ലെങ്കിൽ നിന്ന് കൊടുക്കാം. എക്സിറ്റ് 4 നമുക്കൊരു ഇത്രയും വലിയ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വാക്ക് വേ. മെട്രോ ആണ്. ഇവിടെ വേറൊരു സീബ്ര ക്രോസ് ഒന്നുമില്ല. അതിന് മേളിൽ കൂടെ ക്രോസ് ചെയ്യാൻ പറ്റും. ഈ ഇരിക്കുന്ന നല്ലൊരു ഡിസ്പ്ലേ ആട്ടോ. നമുക്കിവിടെ എത്തുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റിന് നിന്ന് കയറി പോകണം. ജസ്റ്റ് ഇതാ ഇവിടത്തെയും കൂടെ ഒന്ന് വിഷ്വൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇൻ്റർനെറ്റ് സിറ്റിയാണ് കേട്ടോ. നമ്മൾ ദുബായ് കാണുന്ന പോലെ അത്രയും ബിൽഡിങ്സ് ഒന്നുമില്ല. ജസ്റ്റ് കാണാൻ കൊള്ളാം, അത്രേ ഉള്ളൂ. ഇതാണ് ഇൻ്റർനെറ്റ് സിറ്റി. നമ്മൾ അടുത്തതിൽ കയറി. ഇത് ഏകദേശം ഒരു 20 മീറ്ററോ 20 മീറ്റർ കാണത്തില്ലേടാ. അത് 20 മീറ്ററോ 15 മീറ്റർ കാണുമോ? 20 മീറ്റർ. ഓക്കെ, അത്ര കാണത്തുള്ളൂ. അതിൻ്റെ അടുത്തത് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ റിസ്ക്കുണ്ട്. അവിടെ പാലമൊക്കെ ഇറങ്ങിയതാണ്. കൺസ്ട്രക്ഷനൊക്കെ ഒരു രക്ഷയില്ലാത്ത കൺസ്ട്രക്ഷനാണ്. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് ഇൻ്റർനെറ്റ് സിറ്റി കേട്ടോ. അപ്പുറത്ത് എയർടെലിൻ്റെ ഒരു കമ്പനി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് 2 ടവറായിട്ട് നിൽക്കുന്നത്. ഈ ടവർ എന്ന് വെച്ചാൽ ഇത് മോളാണ്. ഇത്രയും നേരം മോളാണ്. മേളിലോട്ടൊക്കെ പിന്നെ ഫ്ലാറ്റും ഓഫീസും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് നല്ല രസമുണ്ടല്ലേ. അതായത് ഇവരെ ബേസ്മെൻ്റൊക്കെ നോക്കിയാൽ അത് വലിയ ബിൽഡിംഗ് അവരുണ്ടാക്കി. ഇതുണ്ട് വേൾഡ് ട്രേഡ് സെൻ്റർ പോലൊരു സാധനം കണ്ടിട്ടുണ്ട്. ഇവിടെ കാർ പാർക്കിംഗ് ചെയ്യുന്നതിന് വരെ കാശാണ്. അതായത് തൊട്ടാൽ കാശാണ് എന്നാണ്. നമ്മളിവിടെ ഗൂഗിൾ ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസുണ്ട്, എയർടെൽ, ചെറിയ ഓഫീസുകളുണ്ട് ഇവിടെ ഈ ഒരു ഏരിയ കാണുന്നത്. ഇതിനപ്പുറത്ത് വേറെയാണ് സാധാ റെസിഡൻറ്റ് ഏരിയ. എല്ലാവരും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അപ്പുറത്ത്. മെട്രോ ഇറങ്ങി ആ റോഡിൻ്റെ അപ്പുറത്താണ്. എയർടെലിൻ്റെ ഓഫീസ് അവിടെയാണ്. ഹുവായുടെ ഓഫീസ് അവിടെ ഉണ്ട്. സോഫ്ടെക്, ഒറാക്ക്, അങ്ങനെ പല ഓഫീസുകളായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് നമ്മൾ അകത്തോട്ട് പോയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ ഓഫീസുണ്ടെന്ന്. ഗൂഗിളിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ ഒന്നും കണ്ടില്ല. ചിലപ്പോൾ കാണുമായിരിക്കും ഇവിടെ എവിടെയെങ്കിലും. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്കി അവിടെ കണ്ടോ സിസ്കോയുടെ
ഒരു ഓഫീസും അവിടെ ഉണ്ട് കേട്ടോ. ഹുവായി നമ്മൾ കയറി കുറച്ച് ഫോണിൻ്റെ വീഡിയോസ് വേൾഡ് ട്രേഡ് സെൻറ്ററിലോട്ട് പോവുക. അവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്. ജസ്റ്റ് പെട്ടെന്ന് കണ്ടിട്ടങ്ങ് ഇറങ്ങും പ്ലീസ്. ആ ടവർ കൊള്ളാം, കുറച്ച് അടിപൊളി. ഒരു മഞ്ഞുണ്ട്, ചെറിയൊരു മഞ്ഞ് ഫീലിംഗ് ഉണ്ട്. നമുക്കിനി അതുവഴി മെട്രോ കയറി ഞങ്ങൾ പോവുകയാണ്. കൂയിസ് ഇവിടെയും മഞ്ഞുകൾ രണ്ടും ഒരുമിച്ച് കിടക്കുന്നുണ്ട്. ഇത് 7 സ്റ്റാർ ഹോട്ടൽ. നമ്മളിവിടെ വരുന്നുണ്ട് കേട്ടോ. ഒരു സമയത്ത് വരുന്നുണ്ട്. നമ്മൾ നേരെ വേൾഡ് ട്രേഡ് സെൻറ്ററിലോട്ട് പോവുകയാണ്. വേണ്ടി പുറച്ചൽ അറിവിൽ പോകുന്നുണ്ട്. നമ്മൾ ഗേറ്റ് തുറക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്നും കൂടെ വരുന്നുണ്ട് കേട്ടോ. ലോകത്തിലെ നമ്പർ 1 സ്റ്റാർ ഹോട്ടലാണ് ഇത്. ഇപ്പോഴും നമ്പർ 1. പരസ്യങ്ങളാണ്. ലാർജസ്റ്റ് വാട്ടർ പാർക്ക് ഇവിടെ നമുക്ക് നോക്കാം. അവിടെയാണ് അത് പാമ്പ് ജനറ ഫുള്ളും കറങ്ങുന്ന ഇവിടുത്തെ ഓരോ റോഡിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കണ്ടു. അവിടെ കണ്ട അവിടെ 2 വരി, 2 അല്ല അത് 7 വരിയാണ്. അങ്ങോട്ട് 7 വരി, ഇങ്ങോട്ട് 7 വരി. ട്രെയിൻ The final destination of this train is Centre Point. The next station is World Trade Center. QR കോഡ് ഓൾറെഡി എടുത്തായിരുന്നു. ഇന്ന് നമ്മൾ എന്തായാലും അകത്തോട്ട് കയറിയിട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അതാ ഇവിടെ ക്യൂ നിന്ന് രജിസ്റ്റർ ചെയ്യണം. എവിടെ കാണുന്നില്ലല്ലോ. കേസ് 17 തൊട്ട് 19 എന്നെ വിളിച്ചായിരുന്നു കേട്ടോ. ഇന്നലെ വിളിച്ചായിരുന്നു, നിങ്ങൾ വരുന്നില്ലേന്ന് ചോദിച്ച് വിളിച്ചായിരുന്നു. ഇപ്പോൾ ഇന്നാണ് ക്ലോസ്, 19 ഇന്ന് തീരുകയാണ്. അപ്പോൾ എന്തായാലും അകത്തോട്ട് കയറാം. നമുക്കിതാ ഇതേപോലെ ഒരു സംഭവമൊക്കെ തരും കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു എൻട്രി ടിക്കറ്റോ അങ്ങനെ എന്താണ്ടേ, അത് തൂക്കിയിടാൻ വേണ്ടിയുള്ളൊരു കയറും തരും പ്ലീസ്. അപ്പോൾ ഞാൻ എന്തായാലും അകത്തോട്ട് പോവാണ്. ഓക്കെ, ഇതാണ് സംഭവം. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പാണ് കേട്ടോ. ഫാൻ ഇത് മറ്റേ സിനിമയിൽ പ്രേതം വരുമ്പം കാറ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന ഫാക്ടറീസ്. അഭിനവനും കിട്ടി ഒരു സംഭവം. സ്കാൻ ചെയ്യണോ? ഞാൻ അവർ തന്ന കയറും ഈ ഒരു സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്യും. ഇതുണ്ടോ, ഫോർക്ക് ലിഫ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനമുണ്ട് ഇവിടെ. എല്ലാം ഇങ്ങനെ ദുബായിയുടെ ബന്ധപ്പെട്ട കാര്യം, കൺസ്ട്രക്ഷൻ പരമായിട്ടുള്ള സംഭവം കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് വരുമെന്ന് പോയി കണ്ടു നോക്കല്ല. അവനങ്ങ് നടന്നങ്ങ് പോയിട്ടോ. വേണ്ടിയുള്ള ടോയ് അത് എല്ലാം ചൈനീസ്. ഇപ്പോൾ ചൈനയുടെ സാധനം ക്വാളിറ്റി കൂടി വരും അല്ലേടാ. കാര്യം അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അകത്തോട്ട് കയറി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടേക്ക് എന്തുവാ ജനറേറ്റർ ചെയ്യുന്നുണ്ടോ പണ്ടത്തെ ബാങ്ക്. ഇന്ന് ലാസ്റ്റാണ്. അതായത് ഇവർ വേറൊന്നുമല്ല ചെയ്യുന്നത്, ഇവരിങ്ങനെ ഓരോന്ന് ഡിസ്പ്ലേ ചെയ്തിട്ട് ബൾക്കായിട്ട് ഓർഡർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. ഫുള്ളും കൺസ്ട്രക്ഷൻ പരമായിട്ടുള്ള സംഭവമല്ലേ, ബിൽഡിംഗ് പരമായിട്ടുള്ള സംഭവങ്ങളാണ്. കണ്ടൽ കോയൽ കിണർ ഇടുന്ന ഒരു സംഭവം എല്ലാം അങ്ങനത്തെ. നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇല്ല റോബോട്ടിനും എല്ലാം കണ്ട ഇല്ലല്ല. ഇത് പവർ സ്റ്റേഷനാണ് കേട്ടോ. നമുക്ക് ഫാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ മിനി പവർ സ്റ്റേഷൻ. ഫുള്ളും ചൈനീസ് കമ്പനി കേട്ടോ. സ്കൂട്ടേഴ്സ് സീറോ പവർ സ്റ്റേഷൻ. ഒരു കോഫി, പവർ ബാങ്ക് ഉണ്ട്. പവർ ബാങ്ക് 30 വാട്ടിൻ്റെ പവർ ബാങ്ക്. ചാർജ് ചെയ്യുക നോക്കാല്ലേ. ട്രിമ്മർ കേട്ടോ, കുക്കർ, ടേപ്പ് കാർഡല്ല റേഡിയോ. ഇവിടെ എന്താ ഐസ്ക്രീമോ അങ്ങനെയുള്ള കുറച്ച് മെഷീൻ. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഞാൻ എന്തായാലും എല്ലാം എടുക്കാം. എന്താ സംഭവം ഒന്നും അറിയത്തില്ല.
ഇതുകൊണ്ട് ഡ്രോൺ ഇതുകൂടെ മോഡൽ മാത്രമാണ് കേട്ടോ. ഫ്ലൈ മോട്ടോർ സൈക്കിൾ ഡ്രോണുണ്ട്. ഇതേപോലെ ഇത് മോട്ടോർ സൈക്കിളാട്ടോ ഫ്ലൈ ചെയ്യുന്ന. ഇത് ഫ്ലൈയും ചെയ്യത്തില്ല, ഇതൊരു മോഡൽ മാത്രമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെ ഇവിടെ ഒടിഞ്ഞു പോകും. തെർമോക്കോള. ഇനി വാച്ചസ്, സ്പീക്കേഴ്സ്, പിന്നെ സ്പീക്കേഴ്സൊക്കെ ഇരിക്കുന്നുണ്ടോ. നമ്മുടെ മാർഷലിൻ്റെ സെയിം സ്പീക്കർ, അതിൻ്റെ കോപ്പി. ഇപ്പോൾ ഞങ്ങൾ ഒരു സെക്ഷൻ മാത്രം, ഇത് അങ്ങ് വരെ ഉണ്ട് കേട്ടോ. ഇത് നോക്കി കൈസ് അടിപൊളി ഹോള് കേട്ടോ. ഇത് എവിടെ നിന്ന് കിട്ടിയ ഈ ഹോള്? ഇത് നോക്കിയേ, വർക്ക് സ്റ്റുഡിയോ, ഗേൾഡ് ഡിസ്പ്ലേ. ഗൈസ് നോക്കട്ടെ, ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിട്ടിട്ട് പോയാലോ. വന്നിട്ട് ഞാൻ എൻ്റെ വ്ളോഗൊക്കെ ഇട്ട് എല്ലാവരും വന്ന് നോക്കിയിരിക്കുന്നു. എന്നിട്ട് പോകുന്നു. ഞാൻ വ്ളോഗ് ഇട്ടിട്ട് മുങ്ങാൻ പോവാണ് ഗൈസ്. അതെ, വ്ളോഗ് ഇട്ടിട്ട് പല്ലിയേക്കുന്ന മിഷൻ വരുന്നുണ്ട് കേട്ടോ. അഭിനവിനെ മേടിക്കണമെന്ന് പറയാറ്. ഇത് ചാർജർ, പിന്നെ നമുക്ക് എല്ലാ ചാർജറിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ഇനിയുണ്ട്. അങ്ങോട്ടും ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിലായിട്ടുള്ളൂ. ഇനിയും ഉണ്ട് കേട്ടോ പോകാനും കാണാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. വാച്ചസ് ചൈനീസ് ആയാലില്ല, പ്രോഡക്റ്റൊക്കെ അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ. ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് നല്ല ക്വാളിറ്റി. അപ്പം ഈ ചൈനീസിൻ്റെ മാത്രം, അതായത് ചൈനീസിൻ്റെ മാത്രം സംഭവമാണ് ഇവിടെ ഫുള്ളും വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയെ കണ്ട ചൈനീസിൻ്റെ സാധനമല്ല. കാര്യം വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഇവർ ഇറക്കിയത്. ഇതൊക്കെ കണ്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. അഭിനവന് ഇനി പല്ല് തേക്കാൻ ബുദ്ധിമുട്ടില്ല അല്ലടാ. ഇലക്ട്രോണിക് ബ്രഷ് മേടിച്ചിരിക്കുകയാണ്, 3 പീസ് എക്സ്ട്രാ, 30 ദിർഹംസ്. ഹാം റേഡിയോ ഉണ്ട്, കിച്ചൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് തൊണ്ട അത്രയ്ക്ക് വലിയ പ്രശ്നമായതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, ഞങ്ങളുടെ വീഡിയോ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക വാച്ചുകളാണ് കേട്ടോ ഇരിക്കുന്നത്. KW283B സ്മാർട്ട് വാച്ചുകൾ കേട്ടോ. അവിടെ അണ്ണൻ സ്മാർട്ട് വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെ അവിടെ പോയി, പിന്നെ അവനെ മിസ് ചെയ്തു. എല്ലാവരും അങ്ങോട്ട് കയറിട്ടു. ഇത് എന്താണ് സാധനം? മൈക്ക് വല്ലതും ആണ്. മൈക്കാണെങ്കിൽ നമുക്ക് ഒരെണ്ണം മേടിച്ചു നോക്കായിരുന്നു. ദൂരമുണ്ട്, ഇനിയും ഇഷ്ടംപോലെ കാണാനും കേൾക്കാനും ഒക്കെ. ഇവിടെ എന്താ ക്യാമറയോ ലെൻസാ എന്തുവാണ് അത്? നമുക്ക് വല്ലതും മൈക്ക് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കും. മൈക്ക് വല്ലതും ഉണ്ടെങ്കിൽ നോക്കാടാ. മൈക്കിൻ്റെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അതൊന്ന് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും പോയി കേട്ടോ. എന്താണ് ലാസ്റ്റ് ഡേറ്റ്? ഫോണിൽ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ അതേപോലെയാണ്. ഇത് ഡമ്മി. How much for this one? $10 $600. 10 US 600 800 രൂപ വരും. ഫാൻ ഇസ്തോൻ്റെ ഫാൻ വിയർക്കുമ്പോൾ കൂടുന്ന ഫാൻസ്. ഇവിടെ ഡോളറിലാട്ടോ അവർ പറയും. ചിലവർ നമുക്ക് മറ്റേ ഇതിൽ പറയും, AD പറയും, ദിർഹത്തിൽ പറയും. ചിലവർ ഡോളറിലായിരിക്കും പറയുന്നത്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇനി എങ്ങോട്ടൊക്കെയാണ് പോണേന്ന്? AC ആണത്. ഫാർമസി, ബ്ലൂബെറി, പിന്നെ അറ്റം വരെ കിടപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട്. ചെവിയിൽ വയ്ക്കുന്നില്ല, ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്യും കേട്ടോ. ചെവിയിലോട്ട് വരത്തില്ല. ഇത് നമുക്ക് സിമ്മേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടർ പ്രൂഫാണ്. സിമ്മേഴ്സ് യൂസ് ചെയ്യുന്ന സംഭവമാണ്. നമ്മളിനി എങ്ങോട്ട് നടക്കും? ലെവൻ എങ്ങോട്ട് കണ്ടു? ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ വാഷിംഗ് മെഷീൻ അല്ല ഗീസ്, അടുപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്.
കാര്യം ഇവിടെയൊക്കെ ചൈനീസ് കൊടുക്കുന്ന എല്ലാം ക്വാളിറ്റി ഉള്ളത്. നമ്മൾ അവിടെ മാത്രം ഉണ്ട് ഇത്ര ക്വാളിറ്റി വരാത്തത്. ഇതൊക്കെ ഇതാ വെട്ടിച്ചിട്ട് സാധനം കേട്ടോ. ഇത് തുറക്കുന്നില്ല, ഇത് തുറന്ന് പോലും പുറത്തുപോയാൽ നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ് മസാജ് ചെയ്യുന്നത്. ഇനി നമ്മളങ്ങോട്ട് നടക്കുകയാണതോ ഇവിടെ ഡ്രിമ്മറുണ്ട്. എനിക്ക് വലിയ എനർജി എടുത്ത് സംസാരിക്കാൻ വയ്യ കേട്ടോ, അതാണ്. എത്ര രൂപ ഇത് ഇവിടെ? 5 നമ്മൾ മേടിച്ചത് 5 ദിർഹംസേ ഉള്ളൂ കേസിൽ. അതായത് ഏകദേശം 100 രൂപ വരും, 110 രൂപ അത് വരും. ആദായ വിൽപ്പന എല്ലാവരും വിറ്റ് തീർക്കാൻ പോകും കേട്ടോ. ഇത് നോക്കിയേ, ഇതെന്ത് സാധനം? കണ്ടൻസറോ എന്തുവെന്ന് എനിക്കറിയത്തില്ല. ഇലക്ട്രോണിക്കിൻ്റെ രാജാവാണ് ഈ ചൈന എന്ന് പറയുന്നത് കേട്ടോ. ഇവർ ഈ കൊണ്ടുവച്ചിരിക്കുന്ന എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ഇല്ല. അങ്ങോട്ട് വേണം, അവിടെ ഡോറിൻ്റെ സംഭവം വെച്ചിട്ടുണ്ട്. ഡോറിൻ്റെ മറ്റേ കീ ഇല്ലേ, ലോക്കിംഗ് സിസ്റ്റം, ഡോർ ലോക്കിംഗ് സിസ്റ്റം അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നോക്കി, ഫാനോ വാട്ടർ സിസ്റ്റം വല്ലതും ആയിരിക്കും. എന്തൊക്കെ സാധനം നമുക്കൊന്നും അറിയാൻ പറ്റില്ല. എല്ലാത്തിൻ്റെ ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ വെച്ചിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഇവിടെ നിന്ന് വന്നിട്ട് ആരെങ്കിലൊക്കെ മേടിച്ച് ബൾക്കായിട്ട് ഓർഡർ ചെയ്യത്തില്ല. അതിന് വേണ്ടിയാണ് വിസിറ്റിംഗ് കാർഡൊക്കെ വെച്ചിരിക്കുന്നത്. കാര്യം അവർ വരുമ്പോൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യും, ഒരു കച്ചവടം. അത് നമുക്ക് വേണമെങ്കിൽ പെട്ടിക്കണ്ടല്ലോ, അമ്മ ചോട്ടിക്കുന്നുണ്ടോ, അതേ വേണ്ടി നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കിയാലോ. ഈ സാധനം നല്ലതാണോ, നമുക്ക് മേടിച്ചോട്ട് പോയാലും ഡിസ്കൗണ്ട്. ഈ സാധനം കൊണ്ട് ട്രിമ്മർ കടയിൽ നമ്മൾ നിൽക്കുകയാണ്. അഭിനവ് പൈസ ചോദിക്കുന്നുണ്ട്, എത്ര രൂപ? ഹായ്, 20 ദിർഹംസാണ് ചോദിക്കുന്നത്. ഏകദേശം ഒരു 460 രൂപ, 6 ഇഞ്ചാണ് വരും. ഓക്കെ, അവിടെ ഉണ്ട് ഇതിൽ ട്രിമ്മറും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ആദായ വിൽപ്പന. ഇപ്പോൾ എല്ലാവരും പാക്ക് ചെയ്ത് പോവുകയാണ്, മനസ്സിലായോ? കാര്യം വെച്ചാൽ ഇന്ന് തീർന്നു, അങ്ങനെ എല്ലാവരും പാക്ക് ചെയ്യുക. അപ്പം ഉള്ള സാധനം കുറച്ച് വില കുറച്ച് ഇവരെ കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പം മെയിനായിട്ട് വരും. അങ്ങോട്ടൊന്നുമില്ല, നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ഇത് നോക്കി, എന്ത് ഭംഗി നോക്കി. വാച്ചിൻ്റെ ഒരു എല്ലാവരും പൂട്ട് കേട്ടോ, കണ്ട വാച്ചുകളെല്ലാം എടുത്ത് വെച്ച്. ഇത് 100, 100, 200, 300 ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും വാച്ചാണ്, ഒരു രക്ഷയില്ല. അതായത് 21 കൊണ്ട് ജസ്റ്റ് 90, 21 കൊണ്ട് 90 ചെയ്താൽ മതി. അപ്പം 300 തരാൻ മതി. അത് ഓട്ടോമാറ്റിക്കാണ്, ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ റോളക്സിൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച്, ഈ സംഘടിത സംഭവമാണത്. ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല. അത് 300 എന്ന് പറഞ്ഞാൽ ഏകദേശം 6000 രൂപ വരും. 300 എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ കൊള്ളാം, വില കുറവാണ് കേട്ടോ. സംഭവം വില കുറഞ്ഞ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇവർ തരുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും വില കുറവില്ല. ആ 300 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ 3300 രൂപ, 6300, 6000, 7000 രൂപയൊക്കെ ആയി കഴിയും. ഇത് നോക്കിയാൽ നല്ല രസമുണ്ടല്ലോ. ഫ്ലവർ പോട്ടൊക്കെ ഉണ്ട്, ഫ്ലവർ പോട്ട് ഇത് പൊതിയുന്നുണ്ട്. ഇതിലെ കണ്ടു വച്ചിരിക്കുന്നത് അതെന്താ ഭംഗി. വില കോളാമില്ല, മെച്ചല ഇങ്ങനെ പ്ലേ ആകും കേട്ടോ. ചുമ്മാ ഇത് വെറുതെ വെച്ചേക്കുന്നത് USB ഒക്കെ ഇട്ട് വർക്ക് ചെയ്യും, അത്രേ ഉള്ളു. എനിക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് കറക്റ്റ് നീഡിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ സാധനത്തിൻ്റെ അകത്ത് നീഡിൽ വെച്ച് വർക്ക് ചെയ്യും. USB വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും കണ്ട് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് മെക്കാനിക്കൽ കീബോർഡ് കേട്ടോ. മെക്കാനിക്കൽ കീബോർഡാണ്. കീയൊക്കെ നമുക്ക് ഊരിയെടുത്ത് അസംബിൾ ചെയ്യാൻ പറ്റും. കൊള്ളാം കേട്ടോ സംഭവം. ഇതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ചെയ്യുന്നത്, റീറ്റെയിലറേയും ഹോൾസെയിലറേയും അട്രാക്ട് ചെയ്യുക. കൊള്ളാം കേട്ടോ ഇവരൊക്കെ ഐഡിയ. നമ്മൾ അവിടെയും വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വരും. ഇവിടെ ആൾക്കാർ മേടിക്കുന്നുണ്ട്, കുറേ സാധനങ്ങൾ തീർന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഷോപ്പായിരുന്നു, എല്ലാം കാലിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗ്യാസ് അടുപ്പ് 650 ഏടിയാണ് അതിൻ്റെ അകത്ത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 12000 രൂപ വരും ഈ സാധനത്തിന്. എന്തായാലും നമ്മളാ അഭിനവ് അങ്ങനെ നടന്നു. ഞാൻ എന്തായാലും ഇവരേക്കും കയറി ഇറങ്ങി പോകും.
എനിക്ക് ചുമയും പനിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സംസാരിക്കാൻ വയ്യ, അതുകൊണ്ടാട്ടോ സംസാരിക്കാതെ. ഈ ഒരു എക്സിബിഷന് വേണ്ടി ചൈനയിൽ നിന്ന് എത്ര ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അയച്ചു. എല്ലാം ചൈനീസുകാരാട്ടോ, എല്ലാം ഈ ഷോപ്പിൽ ഇരിക്കുന്ന ഒരു ഷോപ്പിൽ തന്നെ 3, 4, 5 ചൈനീസ് ആൾക്കാരുണ്ട്. ഡ്രോണ്, നമുക്ക് സൈക്കിൾ വെച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കലി മെറ്റലാണ്. ഒരു ഡിസ്പ്ലേ ഗിയർ ഇലക്ട്രിക്കലാണ്, ബാറ്ററി ഈ ഭാഗത്താണ്. പിന്നെ ബാറ്ററി കൊള്ളാം, സംഭവം കൊള്ളാം. അതും ഇരുമ്പാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാത്തിനും. വേറൊരു സംഭവം ഞാൻ കണ്ടു, ഞാൻ പോയി നോക്കട്ടെ എന്തോ. അല്ല ഇത് കണ്ട, പിന്നെ എന്താ കണ്ണി വെച്ചുകൊണ്ടിരിക്കുന്നത്, മസാജിങ് ആണ്. റിലാക്സ് ചെയ്താൽ മസാജിങ് ആണ്. അത് ഈ കഴുത്തിൻ്റെ ബാക്കിൽ പെയിൻ വരാൻ നേരത്ത് ഇങ്ങനെ വെച്ചിട്ട് മസാജ് ചെയ്യുന്ന സംഭവം. അവനെ കാണുന്നത് എന്തായാലും പോവാം. എന്തായാലും അങ്ങനെ അതിൻ്റെ എന്തുമാത്രം സാധനമാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവത്തെ എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ ഉള്ളായിരുന്നു. അതായത് അവർ നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരെയും പരിചയപ്പെടാൻ വയ്യ. ഇന്നലെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ ഫ്രീ ആണ്. നമ്മൾ ഇന്നലെ രജിസ്റ്റർ ചെയ്തത്. ഇന്നലെ ഒരു QR കോഡ് ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്ത് QR കോഡും കാണിച്ച് ഇത് കാണിച്ചിട്ടാണ് നമ്മളിപ്പോൾ അകത്ത് കയറിയിരിക്കുന്നത്. എനിക്കൊന്ന് എല്ലാവർക്കും കയറാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഫീ ആണ്ടുണ്ട്, എത്ര ദിർഹമാണ്, 10-20 ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കയറാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ചാർജിങ് സ്റ്റേഷനാണ്, കാറൊക്കെ ചാർജ് ചെയ്തില്ലേ അതിൻ്റെ സ്റ്റേഷൻ. ചെറിയ മ്യൂസിക്. ഇത് ഹീറോ ഹോണ്ടയുടെ വണ്ടിയുടെ, നമ്മളെ ഹീറോ ഹോണ്ട ഇല്ലേ അതിൻ്റെ സെയിം രീതിയിലത്തെ വണ്ടി. ഇത് പെട്രോൾ കൊണ്ട് ഓടുന്ന വണ്ടി തന്നെയാണ് ഗുയിസ്. ഓക്കെ, ഇവിടെ പെട്രോൾ ഒഴിക്കാൻ വേണ്ടിയുള്ള കീ ഉണ്ട്. കീ തുറക്കുക, പെട്രോൾ അടിക്കുക. ഇലക്ട്രോണിക്കലാണോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും ഇലക്ട്രിക്കലല്ല, ഇത് ഇലക്ട്രിക്കലാട്ടോ. ഫിക്കോണിൻ്റെ ഒരു സംഭവമാണ്. പിന്നെ അതുണ്ടോ ബഗ്ഗി പോലെ ഒരു സംഭവം കിടക്കുന്നുണ്ടോ. എല്ലാം ഇവിടെ ഇലക്ട്രിക്കലായിട്ടുള്ള അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഈ ബഗ്ഗിയൊക്കെ ഇവിടെ ഇങ്ങനെ, ഈ സാധനമൊക്കെ ഇവിടെ അത്യാവശ്യമായി ദുബായിൽ. നമുക്ക് ഓടിയോ എല്ലാം പോകാനോ നടന്നു പോകാനോ. കാറും ബൈക്കും ഒക്കെ ഭയങ്കര എക്സ്പെൻസാണ്. ബൈക്ക് ഇവിടെ ഓടിക്കുന്ന കണ്ടിട്ടില്ല, ചൂടാണ്. പക്ഷേ ഇങ്ങനത്തെ സാധനമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സംഭവം. ആർക്കെങ്കിലും എന്തെങ്കിലും ബിസിനസ് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേപോലെ ഇലക്ട്രിക്കൽ ചെറിയ ചെറിയ സ്കൂട്ടേഴ്സിൽ അതൊക്കെ എടുത്തിട്ട് സൂപ്പറായിരിക്കും. എന്താണ് ചാർജിങ് സ്റ്റേഷനാണ്. ഇത് നോക്കി, ബഗീസ് സൂപ്പറല്ലേ. ഇത് പഴയ മോഡൽ, ഇതും പഴയ മോഡലുണ്ട്. വലിയ വലിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ നേരത്ത് പഴയ മോഡൽ സാധനം വേണമെങ്കിൽ അതിങ്ങനെ ഇടാം. ഒരു ലവന കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ കയറി ഒരു ഫോട്ടോ എടുക്കായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടല്ലേ. ഇൻഡസ്ട്രിയൽ ആവശ്യത്തിനായിട്ടുള്ള സംഭവമാണ് കേട്ടോ. എന്ത് സാധനമൊന്നും നമുക്കറിയത്തില്ല. എന്തോ കുപ്പി പാക്ക് ചെയ്യുന്നല്ലോ ആയിരിക്കും കേട്ടോ. ബേക്കറി ഐറ്റംസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന നിറയ്ക്കത്തില്ലേ, വെള്ളം നിറയ്ക്കുന്ന എന്തെങ്കിലും സാധനമായിരിക്കും. വെള്ളമൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓണാക്കിയിട്ടില്ല കേട്ടോ. വെള്ളത്തിന് എന്തോ സംഭവമാണ്. ഇത് നോക്കി, ഇതിങ്ങനെ പ്ലേറ്റ് ചെയ്ത് കറക്റ്റ് സെർവ് ചെയ്തെടുത്ത് അങ്ങനത്തെ ഒരു സംഭവമാണ്. കണക്ക് പൊടിച്ച് കർവ് ചെയ്യും. ലൈസറായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നവർ. ലൈസർ വെച്ച് വേസ്റ്റുകളിടാക്കി ഇതൊക്കെ ഉണ്ടാക്കുന്ന മെഷീനാണ്. വലിയ വലിയ മെഷീൻസാണ്. ഈ മെഷീനൊക്കെ അവർ ചൈനയിൽ നിന്ന് കൊണ്ടുവരണമെങ്കിലേ എന്തായാലും പ്ലേറ്റ് കയറ്റിയായിരിക്കും കൊണ്ടുവന്നേക്കുന്നത്. ഇതൊക്കെ ചൈനയിൽ നിന്ന് വന്നതാണ് ഇത്തരം വലിയ മെഷീനൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവർ എത്ര ദിവസം എടുത്തിട്ടായിരിക്കും സാധനം ഓരോന്ന് കൊണ്ടുവന്ന് എത്തിച്ചത്, ഓരോ കാര്യങ്ങൾ അവർ ചെയ്തത്. ഇപ്പം ഇന്നത്തോടു കൂടിയെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചയക്കും. ഇഷ്ടം പോലെ സ്റ്റോറുണ്ട്, ഇഷ്ടം പോലെ സ്റ്റോർ. അവിടെ കിടക്കുന്നത് എന്തോ സംഭവം നോക്കിയിട്ട് വരാം. കാരണം ഒരു കാർ കിടക്കുന്നുണ്ട്, ഇത് ഇലക്ട്രിക്കലാണ്. ചൈനയുടെ ഏതോ ഒരു കാറാണ്. PPF ആണ് അവർ. PPF ചെയ്യാന്നുണ്ട് ഇത്. ദുബായിലെ കാറാണ്, ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇവർ PPF ചെയ്യാണ്. അതിൻ്റെ സംഭവങ്ങളെ കിടക്കുന്നുണ്ട്. PPFിൻ്റെ റോളായി കിടക്കുന്നത്. അപ്പോൾ അവരത് PPF ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. 2 ദിവസത്തെ പണിയായിരിക്കും PPF.
എന്താ കൊക്കക്കോള തന്നെയാണോ പേര്? കളർ കൊക്കക്കോളയുടെ, പക്ഷേ പേര് വേറെ, ചൈനീസ് പേര്. ഇവിടെ വന്നപ്പം ഒരു അമ്മച്ചിൻ്റെ എടുത്തുന്നപ്പോൾ വെച്ചോ എന്തൊക്കെ പറഞ്ഞു നമുക്ക് മനസ്സിലായി. ചൈനീസിലാണ് സംസാരിച്ചത്, ഒന്നും മനസ്സിലായില്ല. കേസ് ഇവിടെ കണ്ട വേറൊരു വിഷയം. ഇത് എനിക്ക് വന്ന് പോർക്ക് ലിഫ്റ്ററില്ലേ അതിൻ്റെ വേറെ ഐറ്റം കേട്ടോ. ഇങ്ങനെ ബസ്സിലൊക്കെ വണ്ടിയിലൊക്കെ വന്ന് ഓടിക്കയറത്തില്ലേ, ഇത് പൊക്ക എന്തോ സംഭവമാണ്. ഇവിടെ ആരും ഇല്ല കേസ്, എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും തിരിച്ചു പോകാനുള്ള തിരക്കില്ല. കാരണം കൊണ്ട് ഒരു രക്ഷയില്ല. എല്ലാവരും പകുതി മുക്കാലും പോയി കഴിഞ്ഞു. ഞങ്ങളിപ്പം കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകും. അതല്ലെങ്കിൽ ആ ഫ്യൂച്ചർ മ്യൂസിയം അല്ലേ അതിൻ്റെ അവിടം വരെ ഒന്ന് പോകാം എന്ന് വിചാരിക്കുക ഞങ്ങൾ. ചേച്ചിയുണ്ടോ? അവർ ഞാൻ ഇതാ ഈ സാധനം മേടിച്ചു. ഇത് ചാർജറാണ്, എനിക്ക് എന്തായാലും ആവശ്യമുള്ള സാധനം. എനിക്ക് 2-3 ഫോൺ ചാർജ് ചെയ്യാനുണ്ട്. അതെല്ലാം 3 സാധനവും ഇതിൻ്റെ അകത്തുണ്ട്. സി പോർട്ടുണ്ട്, സാധാ ചാർജറുണ്ട്, ആ കേസ്. ഇത് 3 എനിക്ക് ആവശ്യമുള്ളതാണ്. ഇത് 5 ദിർഹമുള്ളൂ, ഏകദേശം 110 രൂപ ആ റേഞ്ചേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ട്, അത് വർക്ക് ചെയ്യുമല്ലോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനാണ്. അപ്പുറത്തെ സൈഡ് ഇലക്ട്രോണിക്കും ഇപ്പുറത്തെ സൈഡ് ഹോം അപ്ലയൻസ് ഇല്ലേ, അങ്ങനത്തെ കസേര, സോഫ, പല രീതിയിൽ ഇളക്കി മാറ്റാൻ പറ്റുന്ന സോഫകൾ. ഞാൻ ഈ ഭാഗത്ത് വന്നില്ലായിരുന്നു, മറ്റേ ഫുൾ ഇലക്ട്രോണിക് ആയിരുന്നു. നോക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് അങ്ങ് പോവുക. എല്ലാവരും ഇളക്കി തുടങ്ങി. 5 മണി വരെ ഉള്ളു. അപ്പം 5 മണി കഴിഞ്ഞു, അവരെ ഫുൾ പ്രോഗ്രാമും കഴിഞ്ഞു. ഇനി എല്ലാവരും ഇളക്കി മാറ്റി കൊണ്ടുപോവുക. ആ ഒരു ലാസ്റ്റ് ഫൈനൽ ഡെസ്റ്റിനേഷനാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ളും ചൈനക്കാരാണ്, മാത്രം ഷോപ്പ്. എന്തുമാത്രം ഐറ്റംസാണ് ഗൈസ് ചൈനയിലുള്ളത്. നമ്മൾ കണ്ട ചൈന അല്ല ഗൈസ്, അത് ഉറപ്പിക്കാം. കാര്യം ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞല്ലേ, എക്സ്ട്രാ ക്വാളിറ്റിയാണ് സാധനത്തിനൊക്കെ. ഞാനൊരു ചാർജിങ് കേബിൾ മേടിച്ചു, അതും കൊള്ളാം. എത്ര വർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് പറയാം. വർക്ക് ചെയ്ത് പോവുമെങ്കിൽ ഞാനെന്തായാലും വീഡിയോയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പറയും സാധനം പോയിട്ടുണ്ടെങ്കിൽ. എല്ലാവരും ഇവിടെ നിന്നെല്ലാം ഇറങ്ങിപ്പോയി കഴിഞ്ഞു. അപ്പോൾ ഉടുപ്പ്, ഡ്രസ്സ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. എനിക്ക് തോന്നുന്നു അഭിനവ് ഇവിടെ ഉണ്ട്. കാര്യം അവന് ഡ്രസ്സ് മേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നേ. തൊട്ടപ്പുറത്താണ് അവിടെ ചൈനയുടെ ഇലക്ട്രോണിക് മേള കിടന്നത്. തൊട്ടിപ്പുറത്തൊരു മോളാണ് കേട്ടോ, എൻ്റെ കിട്ടിലവൻ നോക്കി മോൾ. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരിപ്പം എല്ലാം സാധനങ്ങളും കയറ്റി അവരങ്ങ് കൊണ്ടുപോകും. എല്ലാം ചൈനക്കാരായിരിക്കും ഇപ്പം നമ്മൾ കാണുന്ന ഫുള്ള്. നോക്കിയാൽ മതി, ഇവർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങി. തിരിച്ച് നാട്ടിൽ നോക്കി ഇതെല്ലാം ഇനി ഫ്ലൈറ്റ് കയറ്റി അയക്കണ്ടേ. ചിലപ്പോൾ ഇവിടെ വിൽക്കുന്നതുകൊണ്ടായിരിക്കും, എന്നാലും എല്ലാം ഫ്ലൈറ്റ് കയറ്റി അയക്കണ്ടേ. ഇനി ആലോചിച്ച് നോക്കി, ഇനി വെറും 17, 18, 19 ഈ 3 ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ്. ഒന്നെന്തായാലും കൊള്ളാം കേട്ടോ. അവർക്ക് എന്തുമാത്രം ലാഭം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവരെ പ്രോഡക്റ്റുകൾ ഇവിടെ പരിചയപ്പെടുത്താൻ പറ്റിയല്ലോ. അതാണ് ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ മേടിക്കുന്നുണ്ട്. മാന്യ വിലയുമാണ് കേട്ടോ. നമുക്ക് തൊട്ടിപ്പുറത്ത് വേറെ ഉണ്ട് ഗൈസ്, ഞാൻ കണ്ടില്ല കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇതാണ് നമ്മൾ 100 ദിർഹത്തിൽ കാണുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ. ഇത് ക്വീൻ എലിസബത്ത് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അപ്പോൾ വന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്ത വേൾഡ് ട്രേഡ് സെൻറ്ററാണ്. നിങ്ങൾ ജസ്റ്റ് 100 ദിർഹത്തിൽ ജസ്റ്റ് നോക്കിയാൽ മതി ഗൈസ്. ഇത് കണ്ടോ എന്ത് ഭംഗി നോക്കി. ഞാൻ എന്തായാലും ഇതാ അവിടെ ഇരിക്കാൻ പോവാം. അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കുക. ഇപ്പം ഏകദേശം 4:30, 5:30 ആയിട്ടുണ്ട്. ഇനി ഇരുട്ടുമ്പോൾ നല്ല ഒരു ഗോൾഡൻ കളർ വരും കേട്ടോ. എന്ത് രസവും നോക്കിയാൽ ഗൈസ്, എന്ത് രസവും നോക്കിയാൽ കാണാൻ. രക്ഷയില്ല, ഒരു ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കില്ല. അപ്പോൾ വന്നാൽ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ അവിടെ നിന്ന് വെളി ഇറങ്ങിയിട്ടുണ്ട്. അവിടെയായിരുന്നു, അവിടെ നിന്ന് വെളി ഇറങ്ങി ഞാൻ മേടിച്ച ആ ഒരു കേബിൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സാധനം കേട്ടോ. കാര്യം നമ്മുടെ നാട്ടിലാണെങ്കിൽ 250 രൂപയെങ്കിലും അതിന് കൊടുക്കണം. ഇത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള 3 ഐഫോണും ചാർജ് ചെയ്യാം, ഈ ഫോട്ടോ ഉണ്ട്, എൻ്റെ എല്ലാം 3 ചാർജ് ചെയ്യാം. എൻ്റെ ഹെഡ്ഫോണും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ തൊട്ട് ബാക്കിൽ എന്താണെന്ന് നോക്കിയത് അവിടെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഈ സംഭവത്തിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിയമാണ്, സൂം ചെയ്യാൻ പറ്റത്തില്ല. ഗൈസ് ഞാൻ കാണിച്ചു തരാം, എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ കാണാൻ. ഓക്കെ ഗൈസ്, നമ്മളിനി ഇവിടെ നിന്ന് നേരെ ഇനി റൂമിലോട്ട് പോകാൻ. തലവേദനയൊക്കെ എടുക്കുന്നത്, അതാണ് മെയിൻ പ്രശ്നം. പനി ആയതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് സംസാരിക്കാൻ വയ്യ ഗൈസ്. നിങ്ങൾ എൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ചുമ വരും. അതാണ്. ഓക്കെ ഗൈസ്, നമ്മളെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. എന്ത് ഭംഗി നോക്കി. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് ഓടുകയാണ്. ഇതിൻ്റെ ചുറ്റിന് ബിൽഡിങ്ങാണ്.
ഇതാ നോക്കി, ഇതാണ് ടവർ കേട്ടോ. എമിറേറ്റ്സ് ടവറാണ് ഈ നിൽക്കുന്ന 2 ഇവിടെ ഇഷ്ടംപോലെ ടവറുകളുണ്ട്. ഏതാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ നമ്മൾ അന്ന് മ്യൂസിയത്തിലോട്ട് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോകാം കേട്ടോ. എന്തായാലും നമ്മൾ അവിടെ പോകണുണ്ട് മ്യൂസിയത്തിലോട്ട്. ഒരു സമയം കിട്ടട്ടെ നമുക്കിപ്പോൾ. എന്തായാലും രാത്രിയായി, 5 മണിയായി. നേരെ അങ്ങ് റൂമിലോട്ട് പോവാം.